സമാധാനവും സന്തോഷമായി. ഞാൻ എന്താണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്നറിയാൻ വേണ്ടി നിങ്ങളുടെ ഫോണേ. എന്താണ് നിങ്ങളുടെ ഫോണ്? ഇതേ ഷൂട്ടിംഗ് നടക്കണ സ്ഥല. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, സ്വിച്ച് ഓഫ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫ്രീ. ഓ രക്ഷപ്പെട്ട്. എത്ര നാളായല്ലേ ചേട്ടാ നമ്മൾ ഇങ്ങനെ ഒരു സുഖം അനുഭവിച്ചിട്ട്. എന്ത് ചെയ്യാനാന്ന്, നമ്മൾ രാവിലെ തുടങ്ങണ ജോലിയല്ലേ. പണ്ട് 2G ആയിരുന്നപ്പോഴുണ്ടല്ലോ നമുക്ക് ഇച്ചിരി ശ്വാസം വിടാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ 4G ആയപ്പോഴത്തേക്ക് ശ്വാസം വിടാൻ പോലും സമയമില്ല. അടുത്ത മാസം തൊട്ട് 5G ആവാൻ പോണെന്ന് പറയണു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ കാര്യം 3G ആയല്ലോ. നമ്മൾ തീർന്ന്. ഇത് നിനക്ക് വേറെ സംഭവം അറിയാമോ? രാവിലെ തുടങ്ങണ പരിപാടിയായി നമ്മളെ നെഞ്ചത്തിട്ട് കുത്തിക്കൊണ്ട് രാവിലെ അങ്ങ് ഇറങ്ങും. പല്ല് തേക്കണ സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്നാ കൊണ്ടുപോക്കോട്ടെ. ആഹാരം കഴിക്കണ തീൻമേശയിലെ കൊണ്ടുപോയിക്കും. എനിക്ക് എന്നാലും അതല്ല സംശയം. ബാത്റൂമിൽ പോകുമ്പോഴും എന്നെ എന്തിനു കൊണ്ടുപോകണമെന്ന് ഞാൻ ഈ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്തൊക്കെ സഹിക്കണം ചേട്ടാ. അവിടെ കോപ്പും പത് വീഴുമെന്നറിയാം. സത്യം. എന്നെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നറിയോ? നേരെ വെളുക്കുമ്പോ തന്നെ അടുക്കളയിൽ കൊണ്ടുപോകും. ചായയിടും, പാത്രം കഴുകും, തുണിയലക്കും. എന്റെ പൊന്നിയേട്ട മീൻ വെട്ടുന്നിടത്ത് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയി വെച്ചോണ്ടാ ഇവൾമാരൊക്കെ സീരിയൽ കാണുന്നത്. എന്നിട്ടുള്ള മീൻ ചെതുമ്പൽ എല്ലാം എന്റെ ദേഹത്ത് തെറിച്ച് വീഴും. എന്നിട്ട് അങ്ങനെ തന്നെ എടുത്ത് ചെവിയിലൊട്ടും വെക്കും. നമ്മള് ചാർജ് തീർന്നു, ഒരു പോയിന്റിലായി, ഒന്ന് കിടന്നുറങ്ങാം, റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പം ഇപ്പൊ ഒരു മറ്റവൻ വന്നിട്ടുള്ള അവനെനിക്ക് കാണുന്ന വിഷയമാണ്. പവർ ബാങ്ക്. അവൻ റിസർവ് ബാങ്കിനൊക്കെ പവറാണ്. അവൻ നമ്മുടെ ചന്തിക്കിട്ട് കൂത്തിട്ട് അവൻ മാറി എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ കൊണ്ടുപോവുക. ചേട്ടാ അവൻ നമ്മുടെ ബാക്കിലിട്ട് കുത്തിയിട്ട് ഈ ആണുങ്ങളെ തന്നെയാണ് വിളിക്കുന്നതാണ് ചേട്ടന്റെ വിചാരം. അല്ലല്ല, അതെനിക്കറിയാം, പെണ്ണുങ്ങളെ അല്ലേ വിളിക്കണത്. ചേട്ടാ ഇവന്മാരൊക്കെ വിളിക്കുന്ന എന്നെ അല്ലേ? ചേട്ടനറിയോ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായേ. എന്റെ നമ്പർ ഉണ്ടല്ലോ ഏതോ ഒരുത്തൻ ട്രെയിനിന്റെ ബാത്റൂമിന്റെ അകത്ത് എഴുതി വെച്ച്. എന്റെ പൊന്നേട്ടാ, പിന്നെ എന്തൊക്കെയാ ഉണ്ടായെന്ന് എനിക്ക് പോലും അറിയത്തില്ല. 9847355839. നമ്മുടെ മുതലാളി ഒരു 6 പ്രാവശ്യം കുത്തിയായിരുന്നു. എൻഗേജ് എന്നാന്ന് പറ്റി? സിനിമ മേഖലയിലുള്ളവരെ വിളിച്ചു. റെയിൽവേയുടെ ബാത്റൂമിൽ എഴുതി വെച്ചേക്ക നമ്പറില്ല സിനിമാടന്മാർ വിളിക്കാൻ. ചേട്ടാ സത്യം, നമുക്കറിയാവുന്ന എത്രയോ പേര് വിളിച്ചെന്നറിയോ? ഇവിടെ 2-3 പേര് ഇരിപ്പുണ്ട്. അയ്യോ, ആ തൊപ്പി വെച്ചേക്കുന്ന ചേട്ടൻ വിളിക്കും. അത് വിളിച്ചിരിക്കും. കണ്ടല്ല അങ്ങനെ അത്ര ഭാഗ്യം നിന്റെ. ബിപിൻ ചേട്ടൻ, എന്റെ പൊന്നെ എത്ര പ്രാവശ്യം വിളിച്ചത് എനിക്ക് പോലും അറിയത്തില്ല ചേട്ടാ. രാവിലെ പകലും രാത്രി ഒക്കെ വിളി. ഞാൻ മിണ്ടറില്ല, വന്നതും മുണൊക്കെ എന്റെ തലയിലായ കാരണം എനിക്ക് ഒന്നും കഴിയില്ല, വയ്യ. ഇങ്ങനെ നടുക്കൊരാളിരിക്കണുണ്ട്. അയ്യോ, നമ്മുടെ പക്രചേട്ടനല്ലേ? അതെങ്ങനെ? പുള്ളി ഇച്ചിരി ഡീസന്റ്, ഭയങ്കര ഡീസന്റ് ആട്ടാ. ആണല്ലേ? ഒരു കോള് പോലും വന്നില്ല. പക്ഷെ എനിക്കൊരു മെസ്സേജ് വന്ന്. എന്ത്? പ്ലീസ് കോൾ മീ. റിപ്ലൈ കൊടുക്കല്ലേ? കുറച്ച് ഡീസൻസി കീപ്പ് ചെയ്യും. ഇങ്ങോട്ട് കേറി കൊടുക്കണം. അങ്ങോട്ട് ചെന്ന് കേറി കൊടുത്താലേ പുള്ളി ഇങ്ങോട്ട് ഇട്ട് തന്നെ റിപ്ലൈ കൊടുക്കാം. ചേട്ടാ സത്യമായിട്ട് ഞാൻ മെസ്സേജ് അയക്കാന്ന് വിചാരിച്ചതാ. വേണ്ട. ഇവരൊക്കെ ഇല്ലേ ഈ ചേട്ടന്റെ ഫോണിൽ പെണ്ണുങ്ങളുടെ പേരൊക്കെ എങ്ങനെയാ സേവ് ചെയ്യുന്നത്? ഒന്നും പറയണ്ട. മിന്നു, ചിന്നു, കുട്ടൂസൻ, എന്റെ പൊന്നോ, വാവാ, എന്തെല്ലാം പേരാണ്. വാവേനൊക്കെ കാണുമ്പോൾ അറിയാം വാവയാണോ. ഈ ആണുങ്ങളുടെ പേരെങ്ങനെയാണ് നിങ്ങളുടെ ഈ സേവ് ചെയ്തിടുന്നത്? കേക്കണോ? റീചാർജ് ചേട്ടൻ നമ്പർ 1, റീചാർജ് ചേട്ടൻ നമ്പർ 2, കോഴി നമ്പർ 1, കോഴി നമ്പർ 2. പിന്നെ കുറെ പേരുണ്ട്. അയ്യോ, അതെനിക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റൂല ചേട്ടാ. നടക്കട. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയാവും ചേട്ടാ, ഓരോരുത്തന്മാരുടെ ശബ്ദം കേൾക്കണം. പണ്ട് ഞാൻ കലാഭവന്റെ പരിപാടി കാണാൻ പോകുമായിരുന്നു. ഇല്ലേ പ്രശോഭ്, ആ പുള്ളി എടുക്കുന്ന സൗണ്ട് ആയിരുന്നു ബാബു നമ്പൂതിരി. ഈ ബാബു നമ്പൂതിരിയുടെ സൗണ്ടാ. പിന്നെ ചേട്ടാ ചേട്ടാ അടി എനിക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ? സത്യം ചേട്ടാ, ഒരുപാട് വരാറുണ്ട്. ഇവരെന്നാ പറയണെന്ന് നമുക്ക് കിട്ടൂല, അതാണ്. അങ്ങനെ ചേട്ടാ എന്റെ ബാറ്ററി മൊത്തം തീരുന്നത്. എന്നാ പറയണത്? മൊത്തം ഞാൻ മനസ്സിലാക്കി കൊടുക്കണ്ടേ ഇവര് പറയണത്? ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറയുവാണേ, ചക്കരെ നീ എന്താ ഇപ്പൊ ഇട്ടേക്കുന്നെന്ന്. ഞാനപ്പോ പറഞ്ഞേ, അപ്പൊ എന്ത് പറഞ്ഞു? ചേട്ടാ ഫാൻ ഇട്ടിട്ടുണ്ട്, ചേട്ടൻ പറഞ്ഞ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു. കോമഡിയല്ലേ? 3 മണിക്ക് ഇതും കഴിഞ്ഞൊന്ന് കിടന്നുറങ്ങാന്ന് വെച്ചാൽ നടക്കുവോ? നടക്കൂല. അതില്ല,
അപ്പൊ അവര് നമ്മുടെ നെഞ്ചത്തിട്ട് ബെല്ലൈക്കൺ അമർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? നേരെ വേറെ സൈറ്റിൽ പോകും. ഏത് സൈറ്റിലാട്ടാ? ഏതൊക്കെ സൈറ്റിലാണ് പോകുന്നോ എന്തൊക്കെയാണ് ഒരു പിടുത്തവും ഇല്ല. ഒരു പോക്ക അങ്ങോട്ട്. ഇങ്ങനെയായ നമ്മുടെ ജീവിതം കട്ടപ്പോക. ഞാൻ ചേട്ടന്റെ വിചാരം ഇത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളെന്നാണോ? പണ്ടത്തെ കാലമൊന്നും അല്ല ഏട്ടാ. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ അതുക്കും മേലെയാ. എനിക്കും ഇത് തന്നെ അനുഭവം. എന്റെ മടുത്തി ഏട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ നല്ല ഉപദേശത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഇങ്ങനെ നമ്മൾ ദുരുപയോഗം ചെയ്ത എന്ത് ചെയ്യും ചേട്ടാ? സത്യം പറഞ്ഞാൽ നമ്മളെ ഉണ്ടാക്കി എന്തിനാണെന്ന് അറിയാമോ? ഈ അകലെ ഇരിക്കുന്ന ആൾക്കാർക്ക് പരസ്പരം കാണാനും പരസ്പരം സംസാരിക്കാനുമാണ്. ഇപ്പൊ നമ്മള് കാരണം അടുത്തിരിക്കുന്ന ആൾക്കാർ പോലും പരസ്പരം സംസാരിക്കണില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതെ, പറയാനുണ്ടോ ഞങ്ങളോട്? അതാണ് ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചാരാന്നറിയോ? മാർട്ടിൻ കൂപ്പർ. ഇത് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടായിരുന്നു എന്നാണ്. ആണല്ലേ? കാരണം പുള്ളിക്കും ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ച നല്ല കണ്ടുപിടുത്തം ആളുകൾ മോശമാക്കാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അതിൽ മനം നൊന്ത് പുള്ളി നടന്നിട്ടുണ്ട്. അതെന്നാ സംഭവം എന്നറിയാമോ? പുള്ളിയുടെ ഭാര്യ പാസ്വേഡ് കണ്ടുപിടിച്ചു കാണും, ലോക്ക് അഴിച്ചു കാണും. അതാണ്. നിങ്ങൾ എന്തായാലും വലിയ സിനിമാക്കാരൊക്കെ അല്ലേ, നിങ്ങൾ പറഞ്ഞാൽ കുറെ ആളുകൾ കേൾക്കുകയും ചെയ്യും. അപ്പൊ ഞങ്ങളുടെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ നാട്ടുകാരോടത്ത് നിങ്ങൾ സമയം പോലെ ഒന്ന് ഫോണിൽ കൂടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം, കേട്ടല്ലോ? അതെ, അല്ലെങ്കിൽ ഈ പരിപാടിയിൽ കൂടെ ഒരു മെസ്സേജ് അങ്ങ് കൊടുത്തു. അതെ, അല്ല പിന്നെ ചേട്ടാ ചേട്ടാ എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ വിളിക്കണുണ്ടോ? എത്ര മണിയായി? അയ്യോ 5 മണി ചേട്ടാ. കക്കൂസി കൊണ്ടുപോകാനാണ് എന്നെ എവിടെ കൊണ്ടുപോകാനാന്ന് അറിയില്ല ചേട്ടാ. അടിപൊളി. Comedy Masters.